നമസ്കാരം. RVS Maths Academy പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേവ് ഇക്വേഷന്റെ ബാക്കി പ്രോബ്ലമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ വേവ് ഇക്വേഷന്റെ. പക്ഷേ ഒത്തിരി ലെങ്തി പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അത്രയും ടൈം എടുത്തു. അപ്പോൾ അതേപോലത്തെ ഒരു പ്രോബ്ലം തന്നെയാണ് ഇന്ന് നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന പ്രോബ്ലം എല്ലാം നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതും ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ പ്രോബ്ലം ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ വരത്തുള്ളൂ. ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞ പ്രോബ്ലത്തിലെ സെയിം സ്റ്റെപ്പ് തന്നെയാണെന്ന് തോന്നും. അപ്പം നമ്മൾ ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നതും സെയിം ഇതേ ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ലാസ്റ്റ് ഇൻ്റഗ്രേഷൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബട്ട് ടെസ്റ്റിനകത്തുള്ള മാക്സിമം എക്സസൈസ് ക്വസ്റ്റ്യനും എക്സാമ്പിൾ ക്വസ്റ്റ്യനും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ പറയാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം പരീക്ഷയ്ക്ക് കറക്റ്റ് ടൈമിന് എഴുതി തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോബ്ലത്തിലേക്ക് പോകാം. Next question. A string of length L is fastened at both ends. The midpoints of the string is taken to a height h. Write the analytic expression for the function and also find displacement at any point. At any time എന്നൊക്കെയുണ്ട്. At any point. At any time. Okay. That is, we have to find y of x comma t find ചെയ്യണം. അതിന് മുന്നേ ക്വസ്റ്റ്യനിലൊരു കാര്യം പറയുന്നുണ്ട്. റൈറ്റ് ദ അനലിറ്റിക് എക്സ്പ്രഷൻ ഫോർ ദ ഫംഗ്ഷൻ. ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്നോ വെലോസിറ്റി എന്നോ ഒന്നും തന്നിട്ടില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ട്രിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ ലെന്ത് എന്തുവാണ്? L സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഈസ് ഫാസ്റ്റൻഡ് അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് എൻഡിലും ടൈറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ദ മിഡ് പോയിന്റ് ഓഫ് ദ സ്ട്രിങ്. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ അല്ലേ മിഡ് പോയിന്റ്. ഈ പോയിന്റിൽ എന്തുമായിരിക്കും? L/2, 0 ആയിരിക്കും. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0,0 ആയിരിക്കും. ഇവിടെയാണെങ്കിലോ L,0 ആയിരിക്കും. ഈ L/2, 0 അതായത് മിഡ് പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്തേക്കുന്നു? ഓഫ് ദ സ്ട്രിങ് ഈസ് ടേക്കൺ ടു എ ഹൈറ്റ് എച്ച് ഡിസ്റ്റൻസ് മുകളിലേക്ക് ആ സ്ട്രിങ്ങിനെ നമ്മൾ പുൾ ചെയ്തു. ഇങ്ങനെ പിടിച്ച് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ ഷേപ്പ് എങ്ങനെയാവും? ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഷേപ്പ് ഇത് ഇങ്ങനെയാണ് സ്ട്രിങ്ങിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കി എച്ച് ഡിസ്റ്റൻസ് മുകളിലേക്ക് ആക്കുക എന്ന് പറയുമ്പം ഈ പോയിന്റ് ഇപ്പോൾ എന്താ വരിക? L/2, h എന്നാണ് വരിക അല്ലേ? നമുക്കിതൊരു പേരെടുക്കാം. നമ്മളെപ്പോഴും ഫിക്സ് ചെയ്ത് വെക്കുന്ന ഈ പോയിന്റിന് O എന്നും A എന്നും അല്ലേ വിളിക്കുക. സോ ഈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കിട്ടിയ ഈ പോയിന്റ് ഞാൻ B എന്ന് വിളിച്ചു. അപ്പം എനിക്ക് y ഓഫ് എക്സ് കോമ നമ്മൾ സാധാരണ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി ക്വസ്റ്റ്യന് തരേണ്ടതാണ്. ഇതിലിപ്പോൾ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണെന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് അവർ തന്നിട്ടില്ല. അപ്പം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം ഇക്വേഷൻ ഓഫ് line joining two points നമുക്കറിയാവുന്ന കാര്യമല്ലേ? x1 y1 and x2 y2. Equation of line joining two points x1 y1 and x2 y2 is എന്തുവാ ഫോർമുല? x minus x1 by x2 minus x1 is equal to y minus y1 by y2 minus y1. നമ്മളെപ്പോഴും x minus x1 ആണ് ആദ്യം പറയുന്നത്, പിന്നെയാണ് ഈ ടേം പറയണത് അല്ലേ? എനിക്കിവിടെ എന്താ ഡിസ്പ്ലേസ്മെൻറ്റാണ് വേണ്ടത്. അത് y ഈക്വൽ ടു എന്നല്ലേ നമ്മൾ എഴുതുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം y minus y1 by y2 minus y1 is equal to x minus x1 by x2 minus x1 എന്ന് എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പോയിൻ്റായിട്ട് എടുക്കാം. നമുക്ക് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം OB ഫൈൻഡ് ചെയ്യാവോ? അപ്പോൾ എലോങ് OB എന്ന് പറയുന്ന പോയിൻറ്റിനകത്ത് x1 y1 സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്തുവാണ്? 0 x2 y2 എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോയിൻ്റ് എന്തുവാണ്? L/2, h. അത് ഈ ഫോമിലേക്ക് കൊടുക്കുകയാണെങ്കിൽ y minus 0 by y2 എന്ന് പറയുന്നത് h minus 0 is equal to x minus 0 by L/2 minus 0 or y is equal to h ഞങ്ങളുടെ ക്രോസ് മൾട്ടിപ്ലൈ ആണ് h ഇൻറ്റു ഈ L/2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 2/L എന്ന് പറയും. അപ്പോൾ 2x by L. ഓ, ഇതാണ് നമ്മുടെ വാല്യൂ എന്നുള്ളത്. സോ y is equal to നമുക്കൊന്നുകൂടെ ഭംഗിയാക്കാനായിട്ട് 2h by Lx. എക്സ് എങ്ങനെ വേരി ചെയ്ത് ഈ O എന്ന് പറയുന്ന പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. B എന്ന് പറയുന്ന പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ L/2. 0 less than x less than L/2. ഓക്കെ, അടുത്ത ഇതിപ്പോൾ OB ആയിട്ടേ ഉള്ളൂ, തീർന്നില്ലല്ലോ. BAയും കൂടെ കണ്ടുപിടിച്ചാലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ എലോങ് BA ഫൈൻഡ് ചെയ്യണം. എലോങ് BA. അപ്പോൾ നോക്കിക്കേ, B എന്ന് പറയുന്ന പോയിന്റിൽ അതായത് നമ്മുടെ x1 y1 ആ പോയിന്റിലെ വാല്യൂ എന്തുവാണ്? L/2, h. A എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മുടെ x2 y2. ആ പോയിൻ്റ് എന്തുവാണ്? L, 0. ഇത് ഈ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഫോമുല എങ്ങനെ മാറും? y minus y1 h.
by y2 minus y1, 0 minus h is equal to x minus x1, x minus l by 2 by l minus l by 2. Or ഇതിനെ നമുക്ക് ഒന്നുകൂടെ അറേഞ്ച് ചെയ്താൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. ഈ സൈഡ് മൈനസ് വൈ ബൈ എച്ച് മൈനസ് എച്ച് ബൈ മൈനസ് എച്ച് എന്ന് വരും. അപ്പോൾ അതെന്താവും 1 ആവും. ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എൽ ബൈ 2 ബൈ എൽ മൈനസ് എൽ ബൈ 2 എന്ന് പറഞ്ഞാൽ എൽ ബൈ 2 ആണ്. സോ മൈനസ് വൈ ബൈ എച്ച് മൈനസും മൈനസും കൂടെ പ്ലസ് ആണ്. പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് ബൈ എൽ ബൈ 2 മൈനസ് എൽ ബൈ 2 ബൈ എൽ ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, മൈനസ് വൈ ബൈ എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എൽ ബൈ 2നെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ 2x by l. -1 ഇവിടെയുണ്ട്. ഈ +1 കൂടി അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് -1 ആവും. സോ ഈ -1ഉം ഇപ്പുറത്തെ 1 അപ്പുറത്തേക്ക് വരുന്നത് കൂടി ചേർന്നത് -2 എന്നാവുകയാണ്. ഇനി എച്ചിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ -y is equal to, ഞാൻ ഈ 2നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുവാണേ. സോ 2h ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എക്സ് ബൈ എൽ -1 എന്ന് വന്നു. ഓർ y is equal to, ഞാൻ ഈ മൈനസ് ഇടാത്തേക്ക് മൾട്ടിപ്ലൈ ആണേ, ഇപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ അകത്തേക്ക് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എൽ സി കൂടെ എടുക്കുമ്പോൾ എൽ മൈനസ് എക്സ് എന്ന് വരും. ഡൗട്ടുണ്ടോ? അത് എനിക്ക് എൽ മൈനസ് എക്സ് എന്ന് എങ്ങനെയാണ് വന്നത്? ഞാൻ ഈ മൈനസ് സൈൻ അപ്പുറത്തേക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ -2 വെച്ച ഫ്രണ്ടിൽ വേണം. ആ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ ഇത് -x ബൈ എൽ +1 എന്നല്ലേ ആവണേ. അതേ സമയത്ത് ഞാൻ എൽ സി എടുത്തു. അപ്പോൾ ദ ഹോൾ ബൈ എൽ എന്നും കൂടെ ഉണ്ട്. ആ എൽ സി എടുത്തപ്പോഴാണ് മൈനസ് അകത്തേക്ക് വന്നിട്ട് ആ പ്ലസ് ആയത്. സോ ദിസ് ഈക്വൽ ടു എന്ത് വന്നു? y is equal to 2h by l ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എൽ മൈനസ് എക്സ്. ഇനി നോക്കിക്കേ, ബി എന്ന് പറയുന്ന പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എൽ ബൈ 2 ആണ്. എൽ ബൈ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്ന് പറയുന്ന പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്ന എൽ ആണ്. അപ്പോൾ അനലിറ്റിക് എക്സ്പ്രഷനായി ഇതിനെ നമുക്ക് ഒന്നുകൂടെ എടുത്ത് therefore y of x, 0 is equal to, നമ്മൾ f of x എന്നല്ലേ ഡിനോട്ട് ചെയ്യുന്നത്, f of x equal to ഇപ്പോൾ കിട്ടിയ ആൻസർ രണ്ടെണ്ണം ഉണ്ട്, ആ രണ്ടും എടുത്ത് എഴുതണം. ആദ്യം y is equal to 2h by l, 2h by lx for 0 less than x less than l by 2. രണ്ടാമത്തെ കിട്ടിയ വാല്യൂ എന്തുവാണ്? രണ്ടാമത്തെ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 2h by l ഇൻറ്റു എൽ മൈനസ് എക്സ്. അപ്പോൾ അത് 2h by l ഇൻറ്റു എൽ മൈനസ് എക്സ് ഫോർ എൽ ബൈ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതി? അനലിറ്റിക് എക്സ്പ്രഷൻ എഴുതി. ഈ അനലിറ്റിക് എക്സ്പ്രഷനാണ് എന്ത്? നമ്മുടെ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ബാക്കി ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ബൗണ്ടറി കണ്ടീഷൻ എഴുതണം, സ്യൂട്ടബിൾ സൊല്യൂഷൻ എഴുതണം, ഓരോ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഈ എന്തുവാണ് നമ്മുടെ ഫൊറിയർ സൈൻ സീരീസ് എന്ന് എഴുതിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യത്തില്ലേ, അവിടെ മാത്രമാണ് ചേഞ്ച് വരുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഈ ഒരു ഫംഗ്ഷൻ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് അതിന് മുമ്പ് ഒരു കാര്യം, ബാക്കി പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, ഈ റൈറ്റ് ദ അനലിറ്റിക് എക്സ്പ്രഷൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഇത്രയും മാത്രം നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. A string of length L is fixed at both ends. The midpoint of the string is taken to a height b എന്നോ h എന്നോ ഇഷ്ടമുള്ള ലെറ്റർ അവർക്ക് പറയാം. റൈറ്റ് ദ അനലിറ്റിക് എക്സ്പ്രഷൻ ഓഫ് ദ ഫംഗ്ഷൻ. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ടാമത്തെ പാർട്ടിലൂടെ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം, പക്ഷേ കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഈ അനലിറ്റിക് എക്സ്പ്രഷൻ വരെ എഴുതാൻ വേണ്ടി മാത്രം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പ് എന്തുമായിരുന്നു? നമ്മളിതുപോലെ കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് y of x, 0 ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്തായിരുന്നു? ബൗണ്ടറി കണ്ടീഷൻ, ദെൻ സ്യൂട്ടബിൾ സൊല്യൂഷൻ. അപ്പോൾ സെയിം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുവാണെങ്കിൽ ഇതേപോലെ തുടങ്ങണം. ബൗണ്ടറി കണ്ടീഷൻ എഴുതണം. y of x, 0 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കിട്ടിയില്ലേ ആൻസർ, ഈ കിട്ടിയ ആൻസറിന് നമുക്ക് വേണമെങ്കിൽ ഒരു പേര്, ഈ y of x, 0 എന്ന് പറഞ്ഞാൽ കിട്ടിയ ആളെ നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ബൗണ്ടറി കണ്ടീഷനിൽ കൊണ്ടു കൊടുക്കാനായിട്ട് f of x എന്ന് ഞാൻ വെറുതെ വിളിക്കുകയാണ്, പേര് f of x എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ f of x എന്ന് കൊടുത്താൽ മതി. ദെൻ സ്യൂട്ടബിൾ സൊല്യൂഷൻ എഴുതണം. അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 1 C1 0 കിട്ടി. ദെൻ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എഴുതുന്നു. ദെൻ അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 2 നമുക്ക് എന്താ കിട്ടുന്നത്? p is equal to n pi by l എന്ന് കിട്ടുന്നു. ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എഴുതുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ബൗണ്ടറി കണ്ടീഷൻ 3 കൊടുക്കുന്നു, b equal to 0 കിട്ടുന്നു. അതിന് ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സൊല്യൂഷന് മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എഴുതുന്നു. ഇവിടെ ഒന്നും ചേഞ്ച് ഇല്ല. ഇത്രയും സ്റ്റെപ്പ് ഇതുപോലെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ മാത്രം അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ ഫോർ y of x, 0 equal to f of x. ബാക്കി ഈ സ്റ്റെപ്പിൽ എത്തുമ്പോൾ ഇവിടെ f of x എന്നാണ് നടക്കുന്നത്. ഇക്വേഷൻ 6 ഈസ് ഹാഫ് റേഞ്ച് ഫോർ യുവർ സൈൻ സീരീസ്. ആകെ വ്യത്യാസം ഈ ഇൻറ്റഗ്രേഷന് മാത്രമേ വരത്തുള്ളൂ.
അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രോബ്ലം നമ്മൾ പഠിച്ചാൽ അതുപോലെയാണ് എല്ലാ പ്രോബ്ലവും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് ഉള്ള രീതിയിലുള്ള പ്രോബ്ലം തന്നെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം എനിക്ക് സ്റ്റെപ്പ് മാർക്ക് വേണം. നിങ്ങൾ എത്രത്തോളം ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കും അത്രത്തോളം നമുക്ക് സ്റ്റെപ്പ് മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്, എങ്കിൽ പോലും ഞാൻ എല്ലാ സ്റ്റെപ്പും ചെയ്യുവാണ്. കാരണം നിങ്ങൾക്ക് അതൊന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടി. ഈ ഒരു തവണ കൂടെ ഞാൻ എഴുതും, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാ പ്രോബ്ലത്തിലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എഴുതാം. ഇനി എന്താ വേണ്ട, y(x,0) കിട്ടിയത് കൊണ്ട് തന്നെ അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് ബൗണ്ടറി കണ്ടീഷൻ. ബൗണ്ടറി കണ്ടീഷൻസ് ആർ എന്തൊക്കെ ബൗണ്ടറി കണ്ടീഷൻ? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ y ഓഫ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് y ഓഫ് 0, t = 0 ഫോർ ഓൾ t അല്ലേ. അടുത്തെന്താ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ y ഓഫ് l, t. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ തുടങ്ങിയിരുന്നത്? എ സ്ട്രിങ് ഓഫ് ലെന്ത് l എന്നാണ് പറഞ്ഞത്. കണ്ടോ, എ സ്ട്രിങ് ഓഫ് ലെന്ത് l ആണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് വരേണ്ടത്? y ഓഫ് l, t = 0 ഫോർ ഓൾ t. അടുത്തെന്താ, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നത്, വെലോസിറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ഡോ y ബൈ ഡോ ടി ഓഫ് x, 0 = 0 ഫോർ x, 0 = 0. അടുത്ത നാലാമത്തെ ബൗണ്ടറി കണ്ടീഷനാണ് y ഓഫ് x, 0 = നമുക്കിപ്പോൾ കിട്ടിയ ഈ ഫംഗ്ഷൻ. അതെന്താ ഫംഗ്ഷൻ? ഈക്വൽ ടു f ഓഫ് x എന്ന് എഴുതണുള്ളൂ. വേണമെങ്കിൽ നിങ്ങളിത് മൊത്തത്തിൽ ഇവിടെ എടുത്ത് എഴുതിക്കോളൂ. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എഴുതി നമുക്ക് മാർക്ക് കിട്ടി. അടുത്തെന്താ എഴുതേണ്ടത്? സ്യൂട്ടബിൾ സൊല്യൂഷൻ അല്ലേ. എപ്പോഴും വേവ് ഇക്വേഷന് സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്തുവാണ്? സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് y ഓഫ് x, t = c1 ഇൻറ്റു കോസ് പി എക്സ് പ്ലസ് c2 ഇൻറ്റു സൈൻ പി എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് c3 ഇൻറ്റു കോസ് പി സി ടി പ്ലസ് c4 ഇൻറ്റു സൈൻ പി സി ടി. ഓക്കെ, അതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇതിലാണ് ഓരോ ബൗണ്ടറി കണ്ടീഷനായിട്ട് കൊടുക്കേണ്ടത്. നമ്മളെ പഴയ ആ പ്രോബ്ലം ഒരു പ്രാവശ്യം എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ എപ്പോഴും എടുത്ത് വെച്ചേക്കണം. കാരണം അത് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി പ്രോബ്ലം ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ബോക്സിനകത്താക്കി നിർത്തി. ഇവിടെ ഞാൻ സ്യൂട്ടബിൾ സൊല്യൂഷൻ എഴുതി. അടുത്തെന്താ നമ്മളിവിടെ ചെയ്ത്? അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 1 ഇൻ ഇക്വേഷൻ 1 വി വിൽ ഗെറ്റ് c1 = 0. ഇത്രയും സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് ഇവിടെ സൈഡിലിരുന്നോടെ നമുക്കൊന്ന് നോക്കാം. അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 1, applying boundary condition 1 in equation 1. ഇക്വേഷൻ 1 കൊടുക്കുക. എന്തുവാ നിങ്ങളുടെ ബൗണ്ടറി കണ്ടീഷൻ 1 എന്ന് പറയുന്നത്? y ഓഫ് 0, t = 0. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു, ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ ഇത്രയും സ്റ്റെപ്പ് പറയുന്നത്, അടുത്ത പ്രോബ്ലത്തിൽ ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് തന്നെ അറിയുന്നത് നോക്കി, എക്സിൻ്റെ സ്ഥാനത്ത് 0 വരുമ്പം c1 cos 0 1 ആണ്, sin 0 എന്തുവാണ്? 0 ആണ്. ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ? c1 എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, c1 ഇൻറ്റു cos 0 1 sin 0 0 ആ ടേം പോയി. ബാക്കി ബ്രാക്കറ്റിനകത്തുള്ള c3 cos p ct പ്ലസ് c4 sin p ct = 0. ഓക്കെ, ഈ സ്റ്റെപ്പ് വന്നു. അടുത്ത ഈ സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നില്ല. ഞാൻ അന്നും പറഞ്ഞു ഈ സ്റ്റെപ്പ് വേണ്ട കാര്യമില്ല, മനസ്സിലാക്കാൻ വേണ്ടിയേ പറയുന്നത്. ടി എന്നുള്ള വേരിയബിളുള്ള ആൾ ഒരിക്കലും 0 ആവത്തില്ല. കാരണം എന്താ? ടി വേരിയബിളാണ്. പിന്നെ ആരാ ഇവിടെ 0 ആവുന്നത്? c1 ആണ് 0 ആവുന്നത്. ഓക്കെ, നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ചെയ്ത്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രോബ്ലം പോലെയാണെന്ന് പറഞ്ഞത്. ഇനി വേണമെങ്കിൽ ഇവിടെ നമുക്ക് വീണ്ടും സ്റ്റെപ്പ് കുറയ്ക്കാം കേട്ടോ. അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 1 ഇൻ ഇക്വേഷൻ 1. ബൗണ്ടറി കണ്ടീഷൻ 1 നമ്മൾ എഴുതുന്നു, ബട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c1 ആണ് 0 എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് c1 = 0 എഴുതാൻ പറ്റും. കാരണം ഒരു കുട്ടിക്ക് അത് കാണാതെ പഠിച്ച് എഴുതാനല്ല ഞാൻ പറയണേ, നമുക്ക് മനസ്സിൽ ചിന്തിക്കാൻ കഴിവുള്ളവരുണ്ട്. അവരെന്താ ചിന്തിക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ നോക്കും, c1 cos 0 sin 0. അപ്പോൾ ഇത് 0 ആണ്, ഇത് പോയി cos 0 1. ബാക്കി c1 ഇൻറ്റു ഈ സ്റ്റെപ്പ് വരും. അത് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ടി എന്നുള്ള വേരിയബിൾ അല്ല, അതൊരിക്കലും 0 ആകത്തില്ല. പിന്നെ ആരാ 0 ആവുക? c1 ആ 0 ആവുക. അപ്പോൾ ഈ സ്റ്റെപ്പ് കണ്ട ഉടനെ അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 1 in 1 c1 = 0 എന്ന് ചിന്തിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. അങ്ങനെ എക്സാമിന് എഴുതിയാൽ എനിക്ക് c1 = 0 എന്നുള്ള സ്റ്റെപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ സ്റ്റെപ്പിനൊന്നും എനിക്ക് മാർക്കില്ല. അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 1 c1 = 0. അല്ലാതെ ഈ രണ്ട് സ്റ്റെപ്പിനും ഏത് ടി എന്ന് വേരിയബിൾ ആണെന്നൊക്കെ എഴുതുന്നതിനൊന്നും എനിക്ക് ഈ ഒരു സ്റ്റെപ്പിനൊന്നും എനിക്ക് മാർക്ക് തരാൻ പറ്റത്തില്ല പരീക്ഷയ്ക്ക്. എനിക്ക് തരാൻ പറ്റുന്ന ഈ c1 = 0 മാത്രമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് ഈ ബോക്സിൽ ഇട്ടേക്കുന്ന ആളെ മാത്രം. അപ്പോൾ ഞാൻ സാധാരണ സപ്ലിക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 1 ഇൻ ഇക്വേഷൻ 1 വി വിൽ ഗെറ്റ് c1 = 0. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയത്തുള്ളൂ. ബട്ട് അത് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇനി എത്ര സ്റ്റെപ്പ് എഴുതണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഈ പ്രോബ്ലം വെച്ച് തന്നെ അത് ഞാൻ പറഞ്ഞു തരാവേ. നോക്കി, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ വാല്യൂവിനെ കൊണ്ട് സ്യൂട്ടബിൾ സൊല്യൂഷനെ കൊടുത്ത് ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ്
y of x comma t is equal to നോക്കിയ കുഞ്ഞുങ്ങളെ ഇക്വേഷൻ 1-നകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാവുകയാണ് c1 0 ആകുമ്പോൾ ബാക്കി എന്താണുള്ള c2 ഇൻറ്റു സൈൻ പി എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് c3 ഇൻറ്റു കോസ് പി സി ടി പ്ലസ് c4 ഇൻറ്റു സൈൻ പി സി ടി. ഓക്കെ, ഇനി നമ്മളത് ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ നേരത്തെ എഴുതിയ അതേ സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇയാളെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. അടുത്ത ബൗണ്ടറി കണ്ടീഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ അതാണ് അടുത്ത് എഴുതുന്നത്. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 2 in equation 2. ബൗണ്ടറി കണ്ടീഷൻ 2 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? y of l comma t is equal to 0. y of l comma t is equal to 0 എന്നുള്ളതാണ് ബൗണ്ടറി കണ്ടീഷൻ 2. അപ്പം ബൗണ്ടറി കണ്ടീഷൻ 2 അപ്ലൈ ചെയ്യുമ്പം ചില ആൾക്കാർക്ക് ചിന്തിക്കാൻ, മനസ്സിൽ തന്നെ ചിന്തിക്കാൻ പറ്റും, എക്സിൻ്റെ സ്ഥാനത്ത് എൽ കൊടുക്കാൻ പോവാണ്, ഇതിന് ഈക്വൽ ടു 0 വരും, c2 ഒരിക്കലും 0 ആകത്തില്ല, ഇയാൾ ഒരിക്കലും 0 ആകത്തില്ല, സൈൻ പി എൽ മാത്രമേ 0 ആകത്തുള്ളൂ. അപ്പോൾ പി എൽ ഈക്വൽ ടു എൻ പൈ ആണ്. ആ സ്റ്റെപ്പ് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇത് നമ്മൾ ഒരിക്കൽ ചെയ്ത പ്രോബ്ലം ആയിട്ട് ഞാൻ എല്ലാം പറയാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകും? എക്സിൻ്റെ സ്ഥാനത്ത് എൽ കൊടുക്കുമ്പോൾ ഇതെങ്ങനെ വരിക? c2 ഇൻറ്റു സൈൻ പി എൽ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് c3 ഇൻറ്റു കോസ് പി സി ടി പ്ലസ് c4 ഇൻറ്റു സൈൻ പി സി ടി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തറിയാം നമുക്ക്? ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഇതിൽ ആര് സി കോസ് പി ടി പ്ലസ് c4 സൈൻ പി സി ടി എന്ന് പറയുന്ന ആൾ ഒരിക്കലും എന്താവത്തില്ല? 0 ആവത്തില്ല. പിന്നെ ആരാ 0 ആവുന്നത്? നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പില്ല. c2 0 ആണെങ്കിൽ അയാൾ എന്തായി പോവാണ്? ട്രിവിയൽ സൊല്യൂഷനാണ്. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്നവർ ചിന്തിച്ചോളൂ. c2 0 ആവുകയാണെങ്കിൽ ഈ സൊല്യൂഷനേ 0 ആയി പോകും. ഇയാൾ 0 ആവത്തില്ല, വേരിയബിളാണ്. പിന്നെ ആരേ 0 ആവത്തുള്ളൂ? സൈൻ പി എൽ 0 ആവത്തുള്ളൂ. അപ്പോൾ ആ സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ട് സൈൻ പി എൽ ഇസ് ഈക്വൽ ടു 0. എന്നിട്ട് നമുക്ക് എന്തറിയാം? സിൻസ് sin n pi is equal to 0, we can equate this PL to n pi. Then we will get P is equal to n pi by L. Okay, ഡയറക്റ്റ് ആയിട്ട് സ്റ്റെപ്പിലോട്ട് എത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്റ്റെപ്പ് ഒന്നും ഞാൻ എഴുതിയില്ല. നേരത്തെ എന്താ പറഞ്ഞ സി കോസ് പി സി ടി പ്ലസ്, എനിക്ക് ഈ സ്റ്റെപ്പ് പോലും എഴുതണമെന്നില്ല എക്സാമിന്. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 3 ഇൻ ഇക്വേഷൻ 2 നമ്മൾ എന്ത് ആലോചിച്ചാൽ മതി? നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എൽ വന്നിട്ട് ഈ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോൾ c2 ഈ 3 പേരുടെ പ്രോഡക്റ്റാണ് 0 ആവുന്നത്. അതിനകത്ത് c2 ഒരിക്കലും 0 ആകത്തില്ല, കാരണം ഈ സൊല്യൂഷനെ 0 ആയി പോകും. ബ്രാക്കറ്റിനകത്തുള്ള ആൾ 0 ആകത്തില്ല, നേരത്തെ പറഞ്ഞു, കാരണം ടി വേരിയബിൾ ആണ്. പിന്നെ 0 ആവാൻ ചാൻസ് ഉള്ളത് സൈൻ പി എൽ ഈക്വൽ ടു 0. അപ്പോൾ ഈ സ്റ്റെപ്പ് എഴുതുന്ന നിർബന്ധമില്ല കേട്ടോ. സൈനിൻ്റെ വാല്യൂ 0 ആവുന്നത് എൻ പൈ വരുമ്പോഴാണ്. അപ്പോൾ ഈ പി എല്ലിനെ എൻ പൈ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പി ഈക്വൽ ടു എൻ പൈ ബൈ എൽ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 2 ഇൻ ഇക്വേഷൻ 2 പി ഈക്വൽ ടു എൻ പൈ ബൈ എൽ എന്ന് എഴുതിയാലും മതി ഇനി മുതൽ. ഓക്കെ, എല്ലാ സ്റ്റെപ്പ് എഴുതണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത പ്രോബ്ലത്തിൽ ഞാൻ ഈ സ്റ്റെപ്പ് വീണ്ടും ചുരുക്കുവേ, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രോബ്ലമായിട്ട് വീണ്ടും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനെക്കൊണ്ട് നമുക്ക് ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്ന് എഴുതാവോ? അപ്പോൾ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ 2 എങ്ങനെയായി മാറും? y of x comma t is equal to c2 ഇൻറ്റു സൈൻ n pi by l x ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് c3 ഇൻറ്റു കോസ് n pi c by l t പ്ലസ് c4 ഇൻറ്റു സൈൻ n pi c by l t. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ എന്താവുകയാണ്? 3 ആവുകയാണ്. ബട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ഈ c2നെ കൂടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതെങ്ങനെ വരും? സൈൻ n pi by l x ഇൻറ്റു c2 ഇൻറ്റു c3നെ ഞാൻ ഇവിടെ പറഞ്ഞു എ എന്ന് എഴുതാമെന്ന്. സോ അതിന് എ ഇൻറ്റു കോസ് n pi c by l t പ്ലസ് c2 ഇൻറ്റു c4നെ ഞാൻ b ഇൻറ്റു സൈൻ n pi c by l t എന്ന് എഴുതുക. ഇയാളെ ഞാൻ ഇക്വേഷൻ 3 എന്ന് വിളിക്കുന്നത്. ഇവിടെ അങ്ങനെ ഇക്വേഷൻ 3 എന്ന് വിളിച്ചത്. അടുത്ത ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ 0 ആണ്. അപ്പോൾ അത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 3 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം y ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ ടി എന്നാവും. അല്ല, സൈൻ എൻ പൈ ബൈ എൽ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, എ കോൺസ്റ്റൻ്റ് ആണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എൻ പൈ സി ബൈ എൽ ടി ഇൻറ്റു എൻ പൈ സി ബൈ എൽ പ്ലസ് ബി ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് എൻ പൈ സി ബൈ എൽ ടി ഇൻറ്റു എൻ പൈ സി ബൈ എൽ. ഓക്കെ, ഇനി എന്താ ചെയ്യുക? നമ്മൾ ഈ ഇക്വേഷൻ 4 എന്ന് കൊടുക്കും. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തുവാണ്? അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 3 ഇൻ ഇക്വേഷൻ 4 കൊടുക്കുക. ബൗണ്ടറി കണ്ടീഷൻ 3 എന്തുവാണ്? ബൗണ്ടറി കണ്ടീഷൻ 3 എന്ന് പറയുന്നത് ഡോ വൈ ബൈ, നമുക്ക് അപ്പുറത്ത് എഴുതാം, ഡോ വൈ ബൈ ഡോ ടി ഓഫ്
x, 0 is equal to 0. അത് നമ്മളിപ്പോൾ ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഇക്വേഷനകത്ത് എന്ത് നമ്മൾ ചെയ്യുവാണ്? ഡോ y ബൈ ഡോ ടി ഓഫ് എക്സ് 0 കൊടുക്കുവാണ്. ടിക്ക് 0 കൊടുക്കുമ്പം സൈൻ 0 വരുമ്പോൾ ഈ ടേം എന്തായി പോകും? 0 ആവും. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കോസ് n പൈ സി ടി, അതായത് കോസ് 0 വരുന്നത്. അപ്പോൾ അതിൽ 1 വരും. ബാക്കി ഇനി ഇവിടെ എന്താ ടേം ഇവിടെ വരേണ്ടത്? ദിസ് ഈക്വൽ ടു ബാക്കി വരുന്ന ടേം എന്ന് പറയുന്നത് നോക്കിയിട്ട് പറഞ്ഞേ, സൈൻ n പൈ ബൈ എൽ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് ടേമിൽ സൈൻ ഉണ്ട്, സോ അയാൾ 0 ആയിപ്പോയി, അപ്പോൾ ആ ടേം ഫുൾ 0 ആയിപ്പോയി. ബാക്കി ബ്രാക്കറ്റിനകത്ത് എന്താ ഉള്ളത്? ബി ഇൻറ്റു n പൈ സി ബൈ എൽ ഇൻറ്റു കോസ് 0. കോസ് 0 എന്തുവാണ്? 1 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. ഇതിൽ ആരാ 0 ആവുമെന്ന് ആലോചിച്ചേ. സൈൻ n പൈ ബൈ എൽ എക്സ് 0 ആവോ? ഇല്ല, കാരണം എക്സ് വേരിയബിൾ ആണ്. n പൈ സി ബൈ എൽ 0 ആവോ? ഇല്ല, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ആരാ ഇവിടെ 0 ആവണേ? ബി ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എഴുതണമെന്ന് നിർബന്ധമില്ല, എന്തെങ്കിലും എഴുതിയാലും മതി. ഡിഫറൻഷ്യേറ്റിംഗ് എന്ന് എഴുതിയിട്ട് അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 3 in 4 വി വിൽ ഗെറ്റ് ബി ഈക്വൽ ടു 0 അന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാലും മതി. ഓക്കെ, ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 3 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 3 in 4 എന്ത് സ്റ്റെപ്പ് എഴുതിയാലും മതി? ബി ഈക്വൽ ടു 0 എന്നുള്ള ഈ സ്റ്റെപ്പ് ഡയറക്റ്റായിട്ട് എഴുതിയാലും മതി. ഇനി ബി ഈക്വൽ ടു 0 എന്നുള്ളത് നിങ്ങളുടെ ഏത് ഇക്വേഷൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഇതല്ലേ, അതിൽ ബി പാർട്ട് 0 ആകുമ്പോൾ ബാക്കിയുള്ള ആളൊന്ന് എടുത്ത് എഴുതട്ടെ. അപ്പോൾ ഈ സൊല്യൂഷൻ എങ്ങനെ, ഇക്വേഷൻ 3 എങ്ങനെയായി മാറും? Therefore new suitable solution is y of x comma t is equal to sin n pi by lx into bracketനകത്ത് a cos n pi c by എൽ ടിക്ക് മാറ്റുന്നില്ല, ബി ആണ് 0 ആവുന്നത്. അപ്പോൾ അത്രയും മാത്രമായിട്ട് വരും ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ. ഇതിന് നമ്പർ കൊടുക്കണോ? കൊടുക്കണ്ട. കാരണം എന്താ? ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തുവാണ്? y ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കിട്ടുന്ന ഇക്വേഷന് നമ്മൾ എന്ത് പേര് വിളിക്കണം? മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എടുത്തെഴുതണം. അപ്പോൾ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ വരുന്നത് കാരണം ഈ സൊല്യൂഷൻ നമ്മൾ എന്തെന്ന് എഴുതുവാണ്? ഈ സൊല്യൂഷനെ തന്നെ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എടുത്തെഴുതാൻ പോവാണ്. Therefore മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ ഈസ് നോക്കിക്കേ, എങ്ങനെ എടുത്തെഴുതേണ്ടേ? y ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ, സിഗ്മ സിമ്പൽ കൊടുക്കണം, n ഈക്വൽ ടു 1 to infinity. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് എ എന്ന് പറയുന്ന ആളുടെ സഫിക്സിൽ ഒരു n ഉണ്ട്. സോ എ എൻ ഇൻറ്റു സൈൻ n പൈ ബൈ എൽ എക്സ് ഇൻറ്റു കോസ് n പൈ സി ബൈ എൽ ടി. ഇയാൾക്ക് എന്താ ഇത്ര ഇമ്പോർട്ടൻസ്? ഇയാളാണ് നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ എ എന്നിനെ നമ്മൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. സോ നമ്മളിതുവരെ എത്ര ഇക്വേഷൻ നമ്പർ ഇട്ടത്? ഇക്വേഷൻ നമ്പർ 4 വരെ ആയിട്ടുണ്ട്. ഇയാളെ നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എന്ന് പറഞ്ഞൊരു ബോക്സിനകത്താക്കി നിർത്തി. ഇനി നമ്മളിത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 4 ഇൻ ഇക്വേഷൻ 5 നമുക്ക് എന്ത് കിട്ടും? അത് ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് എന്ന് കിട്ടും. നോക്കാവോ? അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 4 ഇൻ ഇക്വേഷൻ 5. ബൗണ്ടറി കണ്ടീഷൻ 4 എന്തുവാണ്? y ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനെക്കൊണ്ട് ഇക്വേഷൻ 5 കൊടുക്കട്ടെ. ഇക്വേഷൻ 5 കൊടുക്കുമ്പോൾ നോക്കിക്കേ, സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity a n ഇൻറ്റു സൈൻ n പൈ ബൈ എൽ എക്സിലൊന്നും കൊടുക്കാനില്ല. പിന്നെ നമുക്ക് ആർക്കാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ടിയുടെ സ്ഥാനത്ത് 0 എടുക്കണേ. കോസ് 0 എന്തുവാണ്? 1 ആണ്. സോ അത് എഴുതുന്നില്ല. ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇയാളെ ഞാൻ ഇക്വേഷൻ 6 എന്ന് വിളിക്കുന്നു. ഈ ഇക്വേഷൻ 6 കാണുമ്പോൾ തന്നെ അറിയാം എന്തുവാണ്? ഇറ്റ്സ് എ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ്. ഇതെന്താ HRFSS എന്ന് ആലോചിക്കരുത്, എനിക്ക് എഴുതാൻ മടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയതാണ്. ശരിക്കും അതെന്താണ്? ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എക്സാമിന് ഫുൾ എഴുതിക്കോളൂ, അതിനൊക്കെ മാർക്കുണ്ട്. ഇനി ഇതിൽ an ഫൈൻഡ് ചെയ്യേണ്ട ഫോമിൽ എന്തുവാണ്? വേർ an is equal to 2 by L into integral 0 to L f of x into sin n pi by Lx dx. ഓക്കെ, ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ ലെന്ത് എത്രയാണ് തന്നേക്കുന്നത്? ക്വസ്റ്റ്യനകത്ത് ലെന്ത് എന്ന് പറയുന്നത് എൽ എന്ന് തന്നെയാണ് തന്നേക്കുന്നത്. സോ നമുക്കത് തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബട്ട് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തുമായിരുന്നു? y ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എടുത്തെഴുതി ഓർക്കണുണ്ടോ? y ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു എങ്ങനെ എടുത്തെഴുതിയത്? y of x, 0 is equal to 2h by lx for 0 less than x less than l by 2 and 2h by l into l minus x for l by 2 less than x less than l. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതി വെക്കുവാണ്. ഇവിടെ എന്തുവായിരുന്നു അത്? 2h by lx for 0 less than x less than l by 2 and 2h by l into l minus x for l by 2 less than x less than l. ഇതൊരു നമ്പർ ലൈൻ വരയ്ക്കുവാണെങ്കിൽ
0 മുതൽ L വരെയാണ് ഇൻ്റർവെൽ എങ്കിൽ അതിനിടയ്ക്കുള്ള പോയിൻ്റാണ് L/2. അപ്പോൾ 0 to L/2 വരെ 2h/Lx L/2 to L വരെ 2h/L into L minus x എന്നുമാണ് ആ ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. y(x, 0) എന്ന് ആ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ് ഇങ്ങനെയാണ് അല്ലേ. നമ്മുടെ ഇവിടുത്തെ ലിമിറ്റ് നോക്കിക്കേ 0 to L ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? 0 to L/2 ആൻഡ് L/2 to L എന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിന് എങ്ങനെ എഴുതാം? നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു 2/L ഇൻറ്റു ബ്രാക്കറ്റ് ശ്രദ്ധിച്ചോണേ. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ 0 to L അല്ല, 0 to L/2. അപ്പോൾ അവിടുത്തെ f(x) എന്താണെന്ന് എഴുതിയിരിക്കുന്നത്? 2h/Lx ഇൻറ്റു sin n(pi/Lx). ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഇൻ്റഗ്രൽ എന്തുവാണ്? ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ L/2 to L. അവിടുത്തെ ഫംഗ്ഷൻ എന്തുവാണ്? 2h/L ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് L minus x ഇൻറ്റു sin n(pi/Lx) dx. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് രണ്ടിടത്തും 2h/L കോമൺ ആണ്. സോ അതിന് ഞാൻ 2/L ഇവിടെ ഓൾറെഡി ഉണ്ട്, 2h/L കൂടെ ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇനി എന്താ ഉള്ള ഇൻ്റഗ്രലിനകത്ത്? ഇൻ്റഗ്രൽ 0 to L/2 x ഇൻറ്റു sin n(pi/Lx) dxഉം അടുത്ത ഇൻ്റഗ്രലിനകത്താണെങ്കിലോ L/2 to L, അവിടെയാണെങ്കിൽ L minus x ഇൻറ്റു sin n(pi/Lx) dx. ഓക്കെ, രണ്ട് ഇൻ്റഗ്രേഷനും ചെയ്യാൻ പോകണേ. 2 × 2 4 ആവുന്നുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു 4h/L² ആയി. ഫ്രണ്ടിൽ വലിയൊരു ബ്രാക്കറ്റ് ഇട്ടു. ഈ ബ്രാക്കറ്റാണ് ഇട്ടേക്കുന്നത്. ആദ്യത്തെ 0 to L/2 ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ബ്രാക്കറ്റാണ് അടുത്തിട്ടേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ UV മെത്തേഡ് ഓർമ്മയുണ്ടല്ലോ, ആ UV മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ UV മെത്തേഡ് എങ്ങനെയാണ്? UV മെത്തേഡ് ഓർമ്മയുണ്ടല്ലോ, ആദ്യത്തെ ആളെ അതേപോലെ എഴുതും, രണ്ടാമത്തെ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, പിന്നെ ഓരോ സ്റ്റെപ്പിൽ ആദ്യത്തെ ആളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, രണ്ടാമത്തെ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ഇയാളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ എപ്പോഴും കോൺസ്റ്റൻറ്റ് വരും, അതുവരെ നമ്മൾ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂസ് ആയിട്ട് പോകും. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, x ഇൻറ്റു ആദ്യത്തെ ആളെ സ്മോൾ ബ്രാക്കറ്റ് ഇട്ടു, രണ്ടാമത്തെ ആളെ ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടിടും. സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താ? സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ആണ്. സോ മൈനസ് കോസ് n(pi/Lx)/n(pi/L). ഓക്കെ, ആദ്യത്തെ ടേം കഴിഞ്ഞു. ആദ്യത്തെ ഫംഗ്ഷൻ അതുപോലെ എഴുതി, രണ്ടാമത്തെ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താ? പ്ലസ് കഴിഞ്ഞുകൊണ്ട് അടുത്ത് മൈനസ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈനാണ്, ഈ മൈനസ് സൈനും കൂടി ചേർന്നിട്ടാണ് മൈനസ് സൈൻ n(pi/Lx)/n(pi/L). ഇവിടെയുള്ള n(pi/L) കൂടെ ചേർന്നത് n²π²/L² ആവും. അടുത്ത ടേം പ്ലസ് ആണ്, ബട്ട് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയത് കാരണം അത് എഴുതുന്നില്ല. ഈ ബ്രാക്കറ്റാണ് ഞാനിവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രാക്കറ്റിൻ്റെ ലിമിറ്റ് എന്തായിരുന്നു? 0 to L/2. ഇൻ്റഗ്രേഷൻ തീർന്നോ? ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ തീർന്നു. ഇനി രണ്ടാമത്തെ ഇൻ്റഗ്രേഷൻ മാത്രം ബാക്കിയാണ്. അവിടെയും UV, ഇത് പോളിനോമിയലാണ് U എന്ന് പറയുന്നത്, രണ്ടാമത്തത് ഫംഗ്ഷനാണ്. സെയിം പ്രൊസീജിയറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ പ്ലസ് ഇത് ഇവിടെ ഇട്ടു, വീണ്ടും ഒരു വലിയ ബ്രാക്കറ്റ് ഇടുവാന്ന്. അതെന്തിനാണ്? ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാനാണ്. ഫസ്റ്റ് ഫംഗ്ഷന് സ്മോൾ ബ്രാക്കറ്റിനകത്ത് L minus x എന്ന് എഴുതി, രണ്ടാമത്തെ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് n(pi/Lx)/n(pi/L). ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മൈനസ് ഓഫ് L minus എക്സിൻ്റെ ഡെറിവേറ്റീവ്, -1 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈനാണ്, ഇൻക്ലൂഡിങ് ദ നെഗറ്റീവ് സൈൻ എന്ന് പറയുമ്പം മൈനസ് സൈൻ n(pi/Lx)/n(pi/L) ഈ ഓൾറെഡി ഉള്ള n(pi/L) കൂടി ചേർന്നിട്ട് n²π²/L². ടേം തീർന്നില്ലേ? കാരണം ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരുന്നു, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് വീണ്ടും 0 ആണ്. ലിമിറ്റ് ഈസ് ഫ്രം L/2 to L. ഇനി ഒരു ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാനുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ബ്രാക്കറ്റ് അത് ക്ലോസ് ചെയ്തു. സോ ദിസ് ഈക്വൽ ടു 4h/L² ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് നോക്കിക്കോളെ, ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. അപ്പർ ലിമിറ്റ് ആദ്യത്തെ ബ്രാക്കറ്റിനകത്ത് അപ്പർ ലിമിറ്റ് L/2 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് L/2 ഇടുമ്പോൾ ഇതെങ്ങനെ വരും? ഈ മൈനസ് സൈന് ഞാൻ ഫ്രണ്ടിലേക്ക് ഇട്ടെ, -L/2 ബ്രാക്കറ്റ് ഇട്ടു അപ്പർ ലിമിറ്റിൻ്റെ ബ്രാക്കറ്റായിട്ട്. ഡിനോമിനേറ്ററിലെ n(pi/L) തിരിച്ചെഴുതുകയാണ്. അപ്പോൾ അതെന്താവും? L/n(pi) എന്നാവും. ഓക്കെ, ഇനി നോക്കിക്കേ, കോസ് n(pi/Lx) എന്ന് അവിടെ കിടക്കണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് L/2 വരുമ്പോൾ അവിടെ L/2 എന്ന് വരും. സോ L അല്ലെങ്കിൽ ക്യാൻസൽ ആകുമ്പോൾ ബാക്കി എന്താ വരണേ? കോസ് n(pi/2). ഓക്കെ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് എന്നാവും. ഡിനോമിനേറ്ററിലെ ഫംഗ്ഷനെ തിരിച്ചിടുമ്പം L²/n²π². സെയിം വേ സൈൻ n(pi/L) എക്സിൻ്റെ സ്ഥാനത്ത് L/2 വരുമ്പോൾ L ക്യാൻസൽ ആകുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? സൈൻ n(pi/2). ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് എന്താ ഇവിടെ? 0 ആണ്. 0 കൊടുക്കുമ്പോൾ നോക്കിക്കുക, എക്സിൻ്റെ സ്ഥാനത്ത് 0 വരുമ്പോൾ 0 ഇൻറ്റു cos 0 എന്തുവാണ്? 0 ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് സൈൻ 0 എന്തുവാണ്? സൈൻ 0 ആണ്. സോ അതും 0.
ഇത് തീർന്നു. ആദ്യത്തെ ബ്രാക്കറ്റിനകത്തുള്ള 0 to L/2 എന്നുള്ള ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ലോവർ ഇവിടെ രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്തുള്ള ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് ആ പ്ലസ് സൈൻ ഇട്ടു. ലിമിറ്റ് കൊടുക്കാൻ പോവുകയാണെ അപ്പർ ലിമിറ്റാണ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് ഇവിടെ എന്താ? L ആണ്. അപ്പോൾ L മൈനസ് L എന്താ? 0. 0 ഇൻറ്റു കോസ് എന്ത് വന്നാൽ അത് 0. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് സൈൻ നോക്കിക്കേ, സൈൻ n pi by L അവിടെ ഓൾറെഡി ഉണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് ഈ അപ്പർ ലിമിറ്റ് L കൂടെ വരുമ്പോൾ ഇവിടെ L വരുന്നു. എല്ലും എല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എന്താ? സൈൻ n pi. സൈൻ n piയുടെ വാല്യൂ എന്തുവാണ്? 0. സോ ആ ടേം എന്തായി പോവാണ്? 0 ആയി പോവാണ്. സോ അത് -0. അപ്പർ ലിമിറ്റ് കൊടുത്തപ്പം 0 ആയി പോയി. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുവാണേ. ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ L/2. L മൈനസ് L/2 എന്തുവാണ്? 1 മൈനസ് 1/2 1/2 ആണ്. സോ L മൈനസ് L/2 L/2 എഴുതി. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ n pi by Lൻ്റെ റെസിപ്രോക്കൽ L/n pi. ഓക്കെ, അടുത്ത ആ മൈനസ് സൈൻ ഉണ്ടായിരുന്നതിന് ഫ്രണ്ടിലേക്ക് ഇട്ടു. കോസ് n pi by Lലും എക്സിൻ്റെ സ്ഥാനത്ത് L/2 വരുമ്പോൾ അത് കോസ് n pi by 2. അപ്പോൾ അതാ ഇവിടെ എഴുതിയത് കോസ് n pi by 2. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷനെ തിരിച്ച് ആദ്യം എഴുതുകയാണ്. L² by n² pi². ഇനി നോക്കിക്കേ, സൈൻ n pi by Lലും എക്സിൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് L/2 വരുമ്പോൾ L ക്യാൻസലായി പോകും. ബാക്കി സൈൻ n pi by 2. അപ്പോൾ സൈൻ n pi by 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ആരെങ്കിലും ക്യാൻസലായി പോകും നമുക്ക് നോക്കാം. മൈനസ് L/2 Ln pi കോസ് n pi by 2. ഈ മൈനസ് അകത്തേക്ക് വരുമ്പോൾ പ്ലസ് L/2 L/n pi കോസ് n pi by 2 ഒരേപോലത്തെ ടേമാണ്. ഒന്ന് പ്ലസും ഒന്ന് മൈനസും. സോ ഇവിടെ ഇതും ക്യാൻസലായി. ഇത് മൈനസ് അല്ല, ഇത് രണ്ടും മൈനസാണ് ചിന്തിക്കരുത്. ഫ്രണ്ടിൽ ഒരു മൈനസ് സൈൻ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോയി. ഇനി നോക്കിക്കേ, L² by n² pi² സൈൻ n pi by 2. മൈനസ് അകത്തേക്ക് വരുമ്പോൾ ഇത് പ്ലസ് L² by n² pi² സൈൻ n pi by 2 ആവും. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന് എന്താവും? 2L² by n² pi² സൈൻ n pi by 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 4h by L². അത് ഓൾറെഡി ഫ്രണ്ടിലുണ്ടായിരുന്നിട്ട് ഇനി ഈ രണ്ടുപേരെയും കൂടി ചേർത്തിട്ട് 2L² by n² pi² ഇൻറ്റു സൈൻ n pi by 2. ഓക്കെ, ഇനി നോക്കിക്കേ, L²ഉം ക്യാൻസലായി പോയി. 4 ഇൻറ്റു 2 എന്തുവാണ്? 8h by n² pi² ഇൻറ്റു സൈൻ n pi by 2. ആൻസറായി. ഇത് കംപ്ലീറ്റ് ആയോ? ഇതെന്താ കിട്ടിയേക്കുന്നത്? an ആണ് കിട്ടിയത്. ഇനി നമുക്ക് എന്തെങ്കിലും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. therefore നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ anൻ്റെ സ്ഥാനത്ത് ഇയാളെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. therefore the solution is y of x comma t is equal to summation n equal to 1 to infinity anൻ്റെ സ്ഥാനത്ത് 8h by n² pi² ഇൻറ്റു സൈൻ n pi by 2. ബാക്കി എന്തൊക്കെ ഇവിടെയുള്ള സൈൻ n pi by lxും കോസ് n pi c by lt. അപ്പം അത് സൈൻ n pi by lx ഇൻറ്റു കോസ് n pi c by lt. നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത് ഈവൻ ആണോ ഓടാണോ എന്നൊക്കെ ചിലപ്പം കോളേജിൽ പറയുന്നുണ്ടായിരിക്കും. നമുക്കത് വേണ്ട, നമുക്ക് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈവൻ ഓടൊന്നും ചെക്ക് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല, ഇങ്ങനെ എഴുതി നിർത്തിയാൽ മതി. ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം പറയാം. നമ്മുടെ y of x, 0 ഫൈൻഡ് ചെയ്തതിന് ശേഷം ബൗണ്ടറി കണ്ടീഷൻ എഴുതിയിട്ട് സൂട്ടബിൾ സൊല്യൂഷൻ എഴുതുന്നു. ഈ സ്റ്റെപ്പ് ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇവിടെ മുതൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 1 in equation 1 c1 equal to 0. ന്യൂ സൂട്ടബിൾ സൊല്യൂഷൻ എഴുതുക. അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 2 into p equal to n pi by l. ഡയറക്റ്റായിട്ട് എഴുതാം. ഈ സ്റ്റെപ്പ് ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ലെന്ത് എന്താണോ തന്നേക്കുന്നത് അത് അവിടെ സൂക്ഷിച്ച് എഴുതുക, ഓർമ്മിക്കാം. അടുത്ത ന്യൂ സൂട്ടബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് എഴുതുക. അടുത്ത ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 3 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 3 b equal to 0. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് ആൻഡ് അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് എഴുതാൻ മറന്നു പോരുത്. ഇത് ഞാൻ വളരെ ഈ പ്രോബ്ലം ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പറയണേ. ഒരുവിധം ഞാൻ അല്ലാതെ സ്റ്റെപ്പ് ഏറ്റവും ചുരുക്കിയായി പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, വീണ്ടും ന്യൂ സൂട്ടബിൾ സൊല്യൂഷൻ എഴുതുക. ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ളത് മോസ്റ്റ് ജനറൽ സൊല്യൂഷനാണ്. മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എഴുതിയതിന് ശേഷം ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ആണ്. അത് ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല 2/L ഇൻ്റഗ്രൽ 0 to L f of x sin n pi by lx dx. നിങ്ങൾ S3കാർക്ക് ഉറപ്പാണ് ഈ സ്റ്റെപ്പ് വരെ എഴുതുമ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് ഷുവറാണ്. ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ കറക്റ്റ് ആവുന്നതിനും അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനാണ് പിന്നെ 2 മാർക്ക്. 7 മാർക്ക് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് മാർക്ക് നമ്മൾ ഇത്രയും എഴുതുവാണെങ്കിൽ, ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതുവാണെങ്കിൽ നമുക്ക് 5 മാർക്ക് വരെ കിട്ടാൻ ഒരു പ്രയാസമില്ല. പിന്നെ ഈ ഇൻ്റഗ്രേഷൻ്റെ കാര്യം അത് നിങ്ങൾക്ക് ഞാൻ ബെർണോളിസ് ഫോർമുല
പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യും. പിന്നെ ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നെങ്കിൽ പോട്ടെ. ഇതുവരെ എന്തായാലും നിങ്ങൾക്ക് ഒരുവിധം ട്രൈ ചെയ്താൽ എത്താൻ പറ്റും. ലാസ്റ്റ് ആൻസറിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ 7 മാർക്കിൽ 5 മാർക്ക് ഷുവറായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. കാരണം എല്ലാ പ്രോബ്ലവും ഒന്നുപോലെയാണ്. അതുകൊണ്ട് എടുത്തെടുത്ത് പറയണം. ഇനി S2കാർക്കാണെങ്കിൽ ഇത് 10 മാർക്ക് ക്വസ്റ്റ്യനാണ്. അവർക്ക് AN = എന്നുള്ള ഈ സ്റ്റെപ്പ് വരെ എത്തുമ്പോൾ 8 മാർക്സ് ഷുവറാണ്. ഈ പ്രോബ്ലം ഒന്ന് നോക്കിയേ. എ ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് വിത്ത് ഫിക്സഡ് എൻഡ് പോയിന്റ്സ് x = 0 ആൻഡ് x = 1. x = 0 ആൻഡ് x = 1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റുമാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് എത്രയാണ്? 1 ആണ്. ലെങ്ത് = 1. ഓക്കെ, L = 1 വരും. And is given by position f of x is equal to x for 0 less than or equal to x less than or equal to 1/2 and 1 minus x for 1/2 less than or equal to x less than or equal to 1. If it is released from this position with velocity 0, find the displacement. അത് ഇനിഷ്യലി ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സ്ട്രിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ സ്ട്രിങ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ ആദ്യം ഇനിഷ്യലി ഒരു പൊസിഷൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. വെലോസിറ്റി അപ്പോൾ അവിടെ എന്തായിരിക്കും നമ്മൾ എടുത്ത്? വെലോസിറ്റി തന്നിട്ടില്ലെങ്കിൽ 0 എന്ന് എടുക്കുക. വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വെലോസിറ്റി 0 എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനിഷ്യലി സ്ട്രിങ് ഇങ്ങനത്തെ പൊസിഷനിലായിരിക്കണം. അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഈ പ്രോബ്ലം ഞാൻ ചെയ്തില്ല, നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാം. കാരണം ഇത് ഞാൻ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ഈ പൊസിഷനിലിരിക്കുന്ന ഒരാളുടെ ലെന്ത് L ഉള്ള ഒരാളുടെ കാര്യമല്ലേ നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ കിട്ടിയ സ്ട്രിങ്ങിൻ്റെ നോക്കിക്കുക, അതേ കേസല്ലേ ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. 2h/L ലെന്ത് = 1. അപ്പോൾ ഹൈറ്റ് 1 ആയിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ x വന്നിരിക്കുന്നത്. 2 ഇവിടെ ഇല്ല. അവർ തന്നിട്ടുള്ള ഈ സെയിം സംഭവമാണ് 1 - x. അപ്പോൾ സെയിം ഫംഗ്ഷനാണ് ഇവിടെ. L/2 നടത്ത് 1/2. അപ്പം അതേ ഇൻറ്റഗ്രേഷനാണ് ഇവിടെ വരിക. പിന്നെ ബൗണ്ടറി കണ്ടീഷൻ എഴുതുമ്പോഴും 0, L, T എന്നല്ല വരിക. എന്താ വരേണ്ടത്? ബൗണ്ടറി കണ്ടീഷൻ ഫസ്റ്റ് വൺ y of 0, t = 0. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ വരുമ്പോൾ y of 1, t = 0. മറന്നു പോരുത്. തേർഡ് ബൗണ്ടറി കണ്ടീഷൻ ∂y/∂t of x, 0 is equal to 0. ആൻഡ് ഫോർത്ത് ബൗണ്ടറി കണ്ടീഷൻ y of x, 0 equal to f of x. ആ f of x ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ഈ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ സെയിം പ്രൊസീജിയറിൽ ചെയ്യണം. ലാസ്റ്റ് ആൻസറിൽ പോലും ഈ h എന്നും 2 × 2 4 ഒന്നും ഇവിടെ വരത്തില്ല. കാരണം ഈ ഫംഗ്ഷൻ്റെ ഫ്രണ്ടിൽ 2 ഇല്ല. അപ്പോൾ സെയിം ടൈപ്പിലായിരിക്കും ഇതിൻ്റെ ആൻസറും വന്നിട്ടുണ്ടാവുക ലാസ്റ്റ്. അപ്പോൾ ഇതൊന്ന് തനിയെ ചെയ്ത് നോക്കുക. നമ്മൾ ഏത് നോക്കി ചെയ്യണം? ഇപ്പോൾ ഈ ചെയ്ത പ്രോബ്ലം നോക്കിയിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യണം. കാരണം അതുപോലത്തെ ഇൻറ്റഗ്രേഷനാണ്. ആ 2h/L എന്നുള്ള ടേം ഫ്രണ്ടിൽ ഇല്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. Lൻ്റെ സ്ഥാനത്ത് 1 ആണ്. ഓക്കെ, കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്ന p = n/L എന്ന് എപ്പോഴും കിട്ടത്തില്ലേ? ആ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും? p = n/π എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ L എന്താ? 1. ഓക്കെ, അപ്പം രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ p = n/π എന്നായിരിക്കും കിട്ടുന്നത്. ഞാനിവിടുത്തെ എല്ലാ ഹിൻറ്റും തന്നിട്ടുണ്ട്. നിങ്ങളിതൊന്ന് തനിയെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ പ്രോബ്ലം കണ്ടല്ലോ. ഇന്നത്തെ പ്രോബ്ലം എന്തുവായിരുന്നു? നമ്മൾ ഒരു സ്ട്രിങ് തന്നിട്ട് അതിൻ്റെ മിഡിൽ പോയിന്റ് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു അനലിറ്റിക് എക്സ്പ്രഷൻ. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ അവിടെ വെലോസിറ്റി തരത്തില്ല. സ്ട്രിങ് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്ന പ്രോബ്ലം അല്ലെങ്കിൽ താഴേക്ക് സ്ട്രെച്ച് ചെയ്യുന്നൊക്കെ ഉള്ള പ്രോബ്ലം ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവണം അത് എന്താ തന്നിരിക്കുന്നത്? ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അവിടെ അപ്പോൾ വെലോസിറ്റി എന്തായിട്ട് എടുക്കുക? വെലോസിറ്റി 0 എന്ന് പറഞ്ഞ് എടുക്കുക. ബാക്കി ഇൻറ്റഗ്രേഷൻ മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. സ്റ്റെപ്സ് എല്ലാം ഇവിടെ ബൗണ്ടറി കണ്ടീഷൻ മുതൽ ആ ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് എന്ന് പറയുന്ന സ്റ്റെപ്പിനൊന്നും ഒരു വ്യത്യാസമില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ സെയിം പ്രോബ്ലം ആണ് അല്ലേ? പക്ഷെ ഇവിടെ y of x, 0 തരാത്ത പ്രോബ്ലം ആയിരുന്നു. കഴിഞ്ഞ പ്രോബ്ലത്തിലാണെങ്കിലോ y of x, 0 ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റിനകത്ത് അത് തന്നിട്ടില്ലായിരുന്നു. സോ ആ അനലിറ്റിക് എക്സ്പ്രഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടി വന്നു. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയാൻ കാരണം ഫൈൻഡ് ദ അനലിറ്റിക് എക്സ്പ്രഷൻ എന്നുള്ളത് 3 മാർക്കിന് ചോദിക്കാം. അല്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ essay ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ ആണിത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്ന് 2-3 പ്രാവശ്യം എഴുതി നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചാൽ ബാക്കി എല്ലാ പ്രോബ്ലവും നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി പ്രോബ്ലംസുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക.